ഇവരുടെ ഗ്രാമങ്ങളെല്ലാം തന്നെ വളരെ ഉൾപ്രദേശത്താണ്. ഉൾപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലണമെങ്കിൽ 10-12 മണിക്കൂർ നടക്കണം റോട്ടിൽ നിന്നും. അതും മലമ്പ്രദേശത്തോടെയും മരത്തിൽ കൂടെയും. ആ വഴി വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. ആ വഴിക്കൂടെ പോകുമ്പോൾ പലരും അവിടെ ഒന്ന് തെന്നി വീഴുകയോ ഉപയോഗിച്ച് പോയി അങ്ങ് കൊക്കയിലേക്ക് പോയി പലരും മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ മിഷണറിമാർ അതിലാണ് പോകുന്നത്. എനിക്കും ആ പ്രദേശത്ത് നിന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന വൈദികർ എപ്പോഴും അത് പറയും, പിതാവ് വരണ്ട, കാരണം ഈ പ്രായത്തിൽ അതിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും തെറ്റി വീഴാൻ സാധ്യതയുണ്ട്. തെറ്റി വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് താഴെ കൊക്കയിലേക്ക് പോകും. വഴി വളരെ ദുർഘടം പിടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ആയിട്ടും പോയില്ല. എന്നാലും നമ്മളുടെ ഷാലോം TV ചാനലിൽ നിന്ന് വന്ന ആൾക്കാർ അവിടം വരെ പോയി അവരെ പറ്റിയൊക്കെ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷം. അവർക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. അവരെ പറ്റി, ഈ ആൾക്കാരെ പറ്റിയുള്ള ഒരു അവയർനെസ് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കും. ഇന്നേ വരെ ലോകം കണ്ടിട്ടില്ലാത്ത വിചിത്രമായ എക്ലി എന്ന ഗ്രാമത്തിന്റെ പ്രവേശന കവാടം. തങ്ങളുടെ പ്രിയപ്പെട്ട മിഷണറിമാരെ വരവേൽക്കുന്നതിനു വേണ്ടി എക്ലി ഗ്രാമവാസികൾ ഇവിടെ അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുകയാണ്. ഇവർ ഇവരുടെ ഭാഷയിലുള്ള ഗാനത്തിലൂടെ ഹൃദ്യമായ സ്വാഗതമരുളുകയാണ്. ഷാലോം ടീം അംഗങ്ങളായ സജിയും ജബിനും പിന്നെ ചാക്കോച്ചനച്ഛനും എല്ലാവരെയും കഴിഞ്ഞ ഗ്രാമത്തിൽ വെച്ച് കണ്ടുമുട്ടി പിന്നീട് ഒരുമിച്ച് കൂട്ടിയായിരുന്നു അവിടെ നിന്ന് രാവിലെ ഇങ്ങോട്ട് പുറപ്പെട്ടത്. 60ഓളം കിലോമീറ്ററുകൾ നടന്ന് അവശരായാണ് വരുന്നതെങ്കിലും ഗ്രാമത്തിന്റെ അതിർത്തി കണ്ടതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. ये हम लोग का यकली बस्ती है, इसलिए हम फादर लोग को हम यहाँ में हमेशा यहाँ आने के लिए बोला है. हम लोग का दुख को, हम लोग का तकलीफ को फादर लोग गवर्नमेंट जो है हमको, हम सबको ऐसा हम लोग. നല്ലതുപോലെ ക്ഷീണമുണ്ടായിരുന്നത് മൂലം ബിജുവച്ചൻ കാറ്റക്കിസ്റ്റിന്റെ കൈക്ക് പിടിച്ച് പ്രസംഗം അവസാനിപ്പിച്ചു. നടന്ന് ക്ഷീണിച്ച് വിശന്നു വലഞ്ഞു നിൽക്കുന്ന വല്ലാത്ത ഒരവസ്ഥ, അതെങ്ങനെ പറഞ്ഞറിയിക്കും? എന്നാലും തളർച്ചയൊക്കെ മറന്ന് ഒരു സ്പോർട്സ്മാൻഷിപ്പോടുകൂടി അച്ഛന്മാർ വരവേൽപ്പേറ്റുവാങ്ങി. മിഷണറിമാരുടെ ക്ഷീണം മനസ്സിലാകാതെ പിന്നെയും കാറ്റക്കിസ്റ്റ് പ്രസംഗം തുടങ്ങി. ബിജുവച്ചൻ വീണ്ടും കാറ്റക്കിസ്റ്റിന്റെ പ്രസംഗം നിർത്തിച്ചു. അച്ഛന്മാരും ഞങ്ങളും പിന്നെ അങ്ങോട്ടൊരു പരക്കം പാച്ചിലായിരുന്നു. കാരണം വിശന്നിട്ട് തന്നെ. തലേ ദിവസം രാത്രി തന്നെ ഇവിടെ എത്തേണ്ടതായിരുന്നു. ഒരു ഗ്രാമത്തിൽ അത്താഴപ്പട്ടിണിയോടെ കിടന്ന ശേഷം അതിരാവിലെ 10-20 കിലോമീറ്ററോളം നടന്ന് എത്തിയതാണ് ഈ എക്ലി ഗ്രാമത്തിൽ. അങ്ങനെ വന്ന ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരുന്നു അന്നേരത്തെ വിശപ്പിനെ. പരക്കം പാഞ്ഞുപോയ അച്ഛന്മാരുടെ പിന്നാലെ എക്ലി ഗ്രാമവാസികൾ ഇതൊന്നും അറിയാതെ പാട്ടും പാടി പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഞങ്ങൾ എക്ലി ഗ്രാമത്തിൽ കാലുകുത്തി. പക്ഷെ ഇവരുടെ ചരിത്രം ഒന്ന് കേൾക്കണം. സംഗതി ഭയങ്കര ഡാർക്കാണ് കേട്ടോ. അരുണാചൽ പ്രദേശിൽ പല തരം ഗിരിവർഗക്കാർ താമസിക്കുന്നുണ്ട്. ഒരു 20ഓളം ട്രൈബുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരു നല്ല സമത്വമുണ്ട്. പക്ഷേ ഈ ട്രൈബുകളുടെ ഇടയ്ക്ക് ഒരു ട്രൈബുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയുണ്ട്. അവർ വേറൊരു കമ്മ്യൂണിറ്റിയുടെ അടിമകളാണ്. ഇങ്ങനെ അടിമകളായിട്ട് ജീവിക്കുന്ന ആ ട്രൈബിൻ്റെ പേര് പുരോഹിക് എന്നാണ്. ചിലർ സുലുങ് എന്നും പറയും, പക്ഷേ അവരുടെ അസൽ പേര് പുരോഹിക് എന്നാണ്.
പുരാതന കാലത്ത് എന്തോ ഈ ട്രൈബ് മറ്റേ ട്രൈബിൻ്റെ ഒരു കടത്തിനുള്ള ബാധ്യതയുണ്ടായി അവരുമായിട്ട്. അതിന് ആ കടം തീർക്കാനായിട്ട് അവരെ തന്നെ അടിമകളായിട്ട് സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ അടിമത്തം വന്നത്. ഈ അടിമത്തം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് വളരെ ദുഃഖകരമായ കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് ഒരു അവകാശവുമില്ല ഭൂമിക്കാകട്ടെ. അതുമാത്രമല്ല, അവരുടെ കുടുംബങ്ങളിൽ അവരുടെ മക്കളുടെ പേരിൽ പോലും അവർക്ക് ഒരു അവകാശമില്ല. ആ അടിമകളുടെ ഉടമസ്ഥനാണ് ആ മക്കളുടെ ഉടമസ്ഥൻ. അവർക്ക് ആ മക്കളെ എടുത്ത് വേറെ വല്ലയിടത്തും വിൽക്കുകയോ വേറെ വല്ല പെൺപിള്ളേരെ വേറെ വല്ലവർക്കും ഭാര്യയായിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട്. ഗവൺമെൻറ് ഇതെല്ലാം നിർത്തൽ ചെയ്തതാണ്. എന്നാലും ഗവൺമെൻറ്റിൻ്റെ നിയമം ഒരു വശത്തുണ്ട്. പക്ഷേ ഈ പുരാതനമായ ഒരു രീതി ഈ മലമ്പ്രദേശത്ത് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ സഭയിൽ നിന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇവരുടെ ഇടയ്ക്ക് തന്നെ ഒരു അവയർനെസ്, ഒരു ബോധം ഉണ്ടാകണം, അവരെ ബോധവൽക്കരിക്കണം. അതിനായിട്ട് അവർക്ക് ഏറ്റവും അത്യാവശ്യം എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസം. അതൊക്കെ കൊടുക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. വിദ്യാഭ്യാസം ഒരു കൂട്ടർക്ക് കൊടുത്താൽ പോരാ, അടിമകൾക്ക് മാത്രം കൊടുത്താൽ പോരാ, അവരുടെ യജമാനന്മാരായിരിക്കുന്നവർക്കും കൊടുക്കണം. ഇതിങ്ങനെ ജീവിക്കുന്നത് ശരിയല്ലെന്നുള്ള കാര്യം അവരെ പഠിപ്പിക്കണം. അത് നമ്മളുടെ പള്ളിയൊക്കെ ഇവരുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയ്ക്ക് ജോലി ചെയ്ത് ക്രമേണ ഈ അവയർനെസ് അവരുടെ ഇടയ്ക്ക് വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഇവർ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വരികയുള്ളൂ. അതുപോലെ തന്നെ ഇവരിൽ കുറെ പേർ ഇവിടെ നിന്നും 60-80 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും ഈ ചടങ്ങിനായി മാത്രം വന്നവരാണ്. തലമുറകളായി ചൂഷണം അനുഭവിച്ചു പോരുന്ന ഇവരുടെ ഈ ഗ്രാമത്തിലേക്ക് നോക്കുമ്പോൾ അറിയാതെ തന്നെ ഒരു നെടുവീർപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ക്യാമറയുടെയും ബാറ്ററി ഡൗൺ ആകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ടങ്ടടാങ്, ക്യാമറയുടെ വിശപ്പ് മാറ്റാനുള്ള വഴി കിട്ടി. സോളാർ പാനൽ. ഇനി മിഷണറിമാരുടെ വിശപ്പ് മാറ്റാൻ എന്തായിരിക്കും? അതിനും ദൈവം എന്തെങ്കിലും കരുതിയിട്ടുണ്ടാകും. വിശന്നിട്ട് കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇവരുടെ ഈ പാട്ട് മിഷണറിമാർക്ക് കളറായി തോന്നുമെന്ന്. ക്ഷീണിച്ചിട്ട് പാവം ബിജുവച്ചൻ്റെ ആ നിൽപ്പ് കണ്ടാൽ മതി, വളഞ്ഞ് ഒരുമാതിരി വില്ലുപോലെ. അച്ഛൻ അവസാനം ഇടപെട്ടു. ഒരു തമാശയും പൊട്ടിച്ചിട്ട് അച്ഛൻ അകത്തേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. ഇതൊന്നും അറിയാതെ ടോമി അച്ഛനും സനീഷ് അച്ഛനും യാതൊരു വികാരവുമില്ലാതെ അകത്തേക്ക് വേച്ചു കയറി. ഇത് നമ്മുടെ കാറ്റക്കിസ്റ്റിന്റെ വീടായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലായത്. നോക്കിയപ്പോൾ ദാ നമ്മുടെ ഡാൻസേഴ്സും പിന്നാലെ കയറി പോകുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് പ്രാതലൊരുക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ മനസ്സിലായി. ഈ ഗ്രാമത്തിലെ ഏറ്റവും മുന്തിയ ഭക്ഷണമാണ് ഇവർ ഞങ്ങൾക്കായി ഒരുക്കിയത്. ചോറും ചിക്കൻ കറിയും. ചിക്കൻ കറി ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലെ പോലെ മസാലക്കൂട്ടൊന്നും ഇവിടെയുള്ളവർക്ക് വേണ്ട. ചിക്കൻ കഷ്ണങ്ങളാക്കുന്നു, അല്പം മഞ്ഞൾപ്പൊടിയിടും, കൂടെ അല്പം ഉപ്പും കൂടിയിട്ട് തിളപ്പിക്കുന്നു. ദാ ചിക്കൻ കറി റെഡി. ഇത്രയും തന്നത് തന്നെ മിഷണറിമാരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. മിഷണറിമാരുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കേൾക്കുമ്പോൾ അറിയാം എത്രമാത്രം സന്തോഷമുണ്ടെന്ന്. എൻ്റെ കൈ നല്ല ശുദ്ധമാണ്, കഴുകിയില്ലേലും കുഴപ്പമില്ല.
അടുപ്പിന് ചുറ്റും ഇങ്ങനെ ചൂടുപിടിച്ചിരിക്കുമ്പോൾ തണുപ്പ് അറിയുകയില്ല. സംഭവം സീനാകുന്നത് എപ്പോഴാണെന്നോ? രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നിലത്ത് കാണുന്ന മുളയുടെ വിടവിലൂടെ കിടക്കുന്ന പായും കമ്പിളിയും ഒക്കെ തുളച്ചുകൊണ്ട് തണുപ്പിന്റെ ഒരു വരവുണ്ട്. അതൊരു സംഭവമാണ്. ഇപ്പോൾ ഈ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് റംബങ്. ഇതാണ് ഈ ഭക്ഷണത്തിന്റെ പേര്. അരുണാചൽ പ്രദേശിലെ പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഉൾഗ്രാമത്തിന്റെ പ്രധാന ഭക്ഷണം. ബാക്കി കാര്യങ്ങൾ സനീഷച്ചൻ പറയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെ ഇപ്പോൾ ഇവർ കൊണ്ടുപോകുന്നത് ഇതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കാണിക്കുവാനായിട്ടാണ്. ഈ ഗ്രാമത്തിലേക്ക് ശലോം ക്രൂ വരുന്നെന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ ഞാൻ ഇവരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു സൗകര്യം ഒരുക്കണം, ഈ റംബങ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ട്. അതനുസരിച്ച് ഇവർ ഈ ഗ്രാമത്തിനോട് തന്നെ ചേർന്നുള്ളൊരു സ്ഥലത്ത് ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് സാധാരണ ഈ റംബങ് കാണപ്പെടുന്നത് റംബങ് എന്നൊരു പനയാണ്. ഈ പന സാധാരണ കാണപ്പെടുന്നത് ഉൾവനങ്ങളിലാണ്. അതുപോലെ തന്നെ ഈ പുരോഹിറ്റ് എന്ന് പറഞ്ഞ ട്രൈബ്, അതായത് ഈ സുളുങ് ട്രൈബ് അല്ലെ പുരോഹിറ്റ് ട്രൈബ്, ഇവർ താമസിക്കുന്നതും ഈ ഉൾവനങ്ങളിലാണ്. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല. അപ്പോൾ ഇവരുടെ മുതലാളിമാർ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോഴേക്കും ഇവർക്ക് സ്വന്തമായിട്ട് ഈ നെല്ല് അങ്ങനെയൊന്നും ഉൽപ്പാദിപ്പിക്കാണ്ട് ഇവർക്ക് കൃഷിഭൂമി ഇല്ലാത്തതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പം പിന്നെ ആദ്യകാലത്തൊക്കെ ഇവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അത് മുതലാളിമാർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവർക്ക് വീണ്ടും ഇവർ നെല്ലിനുള്ള ഈ വർഷം മുഴുവൻ ഇവർ അതിനുവേണ്ടി അധ്വാനിച്ച് അവർ നെൽകൃഷിയെല്ലാം ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ മുതലാളിമാർ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ഇവർ ആ കൃഷി അങ്ങ് നിർത്തിയതിന് ശേഷം ഇവർ ഈ റംബങ്ങിലേക്ക് തിരിയുന്നു. അങ്ങനെയാണ് ഈ റംബങ് ഇവർ ഉൽപ്പാദിപ്പിച്ച് അത് ഇവരുടെ ഭക്ഷണശീലമാക്കി മാറ്റുന്നത്. ഈ റംബങ് എന്ന് പറയുന്നത് ഇത് വലിയൊരു കഠിനാധ്വാനം തന്നെ നടത്തണം ഇതിന്. അതായത് ഒരു ദിവസം ഒരപ്പനും അമ്മയും കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് കഴിഞ്ഞാൽ ഒരു 10-12 കിലോയാണ് ഇവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. ഈ റംബങ് ഈ പന വെട്ടിയിട്ടതിന് ശേഷം ഈ പനയുടെ ആ വെളിയിലുള്ള ആ ഈ പുറത്തുള്ള കവറ് തൊലി മുഴുവൻ കംപ്ലീറ്റായിട്ട് കളയണം. നന്നായിട്ട് ഒരുക്കിയെടുത്ത്, കാരണം ഇതിൻ്റെ ആ കാമ്പിൽ നിന്നാണ് ഈ റംബങ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വർക്കാണിത്. ഇന്നിപ്പോൾ ഇവിടെ ഒത്തിരി പേരുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കൂമ്പ്, ഈ പനയുടെ കൂമ്പ്, അത് ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ്. വലിയ ടേസ്റ്റൊന്നും ഇല്ല. ഇപ്പം എനിക്കത് കണ്ട ഒരെണ്ണം അവർ മുറിച്ചിട്ട് എൻ്റെ കയ്യിൽ തരുന്നൊരെണ്ണം, അത് വലിയ ടേസ്റ്റൊന്നും അതിനില്ല. പിന്നെ നല്ല വിശന്നിരിക്കുമ്പോഴേക്കും അതൊരു ശമനം തീർച്ചയായിട്ടും നമുക്ക് തരും. പിന്നെ അതുപോലെ തന്നെ ഈ റംബങ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയൊക്കെ ഉള്ളു കേട്ടോ. ഇത് വലിയ ടേസ്റ്റായിട്ടുള്ള ആഹാരമൊന്നുമല്ല. പിന്നെ വിശപ്പിനൊരു ശമനം എന്ന് മാത്രമേ ഇതിൽ നിന്നുള്ളൂ കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഈ മിഷണറിമാർക്ക് പ്രത്യേകിച്ച് അവർ വലിയ ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോഴേക്കും ഇപ്പോൾ അവർ നമുക്ക് സാധാരണ അരിയാഹാരം പ്രിപ്പയർ ചെയ്യും. പിന്നെ ചില ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു വിട്ടത് അവർക്ക് കിട്ടാതെ വരുമ്പോഴേക്കും അവർ നമുക്ക് വേണ്ടി ഒരു പക്ഷേ ഈ അരി നമുക്ക് വേണ്ടി കരുതിട്ട് കാണത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ റംബങ്ങേ കിട്ടത്തുള്ളൂ.
അച്ഛൻ പറഞ്ഞതുപോലെ ഈ പ്രത്യേകതരം പന വെട്ടിക്കൊണ്ടുവന്ന് 1-ാം ഘട്ടം കഴിഞ്ഞു. 2-ാം ഘട്ടത്തിൽ കൊണ്ടുവന്ന പനയുടെ ഉൾക്കാമ്പ് ചീകിയെടുക്കുകയാണ് ഇവർ. അതിനുവേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളൊന്നുമല്ല. നല്ല ഉറപ്പുള്ള കല്ലൻമുള കൊണ്ട് തയ്യാറാക്കിയ ഈ ഉപകരണം കൊണ്ടാണ് പന ചീകി പൊളിച്ചെടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇതാണ് സംഭവം. അതിൻ്റെ മൂർച്ച കൂട്ടുകയാണിവർ. എല്ലാത്തിനും ഒരു എക്ലി ടച്ചുണ്ടെന്ന് വേണം പറയാൻ. എല്ലാത്തിനും കഴിയുന്നത്ര വൃത്തിയും ഇവർ പാലിക്കുന്നുണ്ട്. തോമസ് കാറ്റക്കിസ്റ്റ് കാലൊക്കെ കഴുകി വൃത്തിയാക്കി റങ്ബങ്ങിന്റെ 3-ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് ആരോ നമ്മുടെ കാറ്റക്കിസ്റ്റിനോട് ഉടുതുണി എന്ന് പറഞ്ഞത്. ഓ പിന്നെ വേറെ പണി നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആശാൻ തന്റെ പണി ആരംഭിച്ചു. മുള കൊണ്ട് കൊത്തി ചീകി കിട്ടിയ പനയുടെ നാരുകൾ ഇദ്ദേഹം തടികൊണ്ടുള്ള ഒരു ബാറ്റിന്റെ ഷേപ്പിലുള്ള ഒരു തടിക്കഷ്ണം കൊണ്ട് ഇടിക്കുകയാണ് അതിന്റെ ജ്യൂസ് കിട്ടാൻ. ഈ സംഭവം ആദ്യമായിട്ട് കാണുന്നത് പോലെ കുറെ പ്രേക്ഷകർ കൂടെ ഉണ്ടായിരുന്നു. എന്തിനെന്നോ ഇവർക്ക് പ്രോത്സാഹനം നൽകാൻ. കാരണം വൈകിട്ടത്തേക്ക് ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. റങ്ബങ് എന്ന ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ എക്സ്പേർട്ടുകളാണ് ഇവിടെ ഈ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ കൃത്യമായ പല പ്രോസസ്സുകളിലൂടെ കടന്നു വേണം റങ്ബങ് ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോഴാണ് ഒരച്ചായൻ തീ കത്തിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കാണാം അദ്ദേഹത്തിന്റെ വിരലുകൾക്ക് പുറമെയായി ഒരു ലോഹത്തിന്റെ കഷണം ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇത് കല്ലിൽ ഉരച്ചുമ്പോഴാണ് തീപ്പൊരി ഉണ്ടാകുന്നതും കല്ലിന്റെ മുകളിലായി പിടിച്ചിരിക്കുന്ന പ്രത്യേകതരം ഉണക്ക ഇലക്കഷണത്തിന് തീ പിടിക്കുന്നതും. ആ ഇല ഊതി കത്തിച്ചാണ് തീ കത്തിക്കുന്നത്. വലിച്ചോ അച്ചായ, മിഷണറിമാർ ഇതൊക്കെ നിർത്തിക്കുന്നത് കണ്ടോണം. അച്ചായൻ ബാക്കി തീ അടുപ്പ് കത്തിക്കാനായി കൊടുത്തു. ഇപ്പോൾ ഇവർ ഈ കത്തിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. മിക്കവാറും പനഞ്ചാറിന്റെ മണം കിട്ടിവരുന്ന ഈച്ചകളെ ഓടിക്കാനാണെന്ന് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്കുള്ള കരകൗശലത്തിനുള്ള കഴിവ് അത് സമ്മതിച്ചേ പറ്റൂ. ദേ, ഈ അമ്മച്ചി ഉണ്ടാക്കുന്ന ബാസ്ക്കറ്റ് കണ്ടില്ലേ? സംഭവം ഇവരിൽ മിക്കവർക്കും നല്ല കലാവാസനയുള്ളവരാണ്. എങ്ങനെയുണ്ടിത്? കുറച്ച് സമയം കൊണ്ട് നെയ്തെടുത്തതാ. സമ്മതിച്ചു, അമ്മച്ചിയെ സമ്മതിച്ചു. ഓ, റങ്ബങ് ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തൊട്ടടുത്തായി മറ്റു ചിലർ അടുത്ത പ്രോസസ്സിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന്. കാറ്റക്കിസ്റ്റ് ഇടിച്ചുകൂട്ടിയ പനയുടെ നാരുകൾ വെള്ളത്തിൽ കലക്കിയെടുത്ത് ഒഴിക്കുകയാണിവർ. നമ്മുടെ സ്റ്റീൽ ജഗ്ഗിന്റെ ഷേപ്പിലുള്ള ഒരു ജഗ് കൊണ്ടാണ് കോരിയെടുക്കുന്നത്. സംഭവം മനസ്സിലായോ? ജഗ് കൊണ്ട് കോരിയെടുത്ത മിശ്രിതം ഒരു അരിപ്പ പോലെയുള്ള സഞ്ചിയിലേക്കൊഴിച്ച് പിഴിഞ്ഞെടുക്കുകയാണിവർ. നമുക്കൊന്നുകൂടി ശ്രദ്ധിച്ചു കാണാം. വെള്ളം ഒഴിക്കുന്നു,
ഒലയ്ക്കുന്നു. പിന്നീട് അതിൽ മിക്സാകാതെ കിടക്കുന്ന നാരുകൾ മാറ്റുന്നു. അവസാനം ലഭിക്കുന്ന അതിൻ്റെ ജ്യൂസാണ് അരിപ്പയിലേക്ക് ഒഴിക്കുന്നത്. അങ്ങനെ പിഴിഞ്ഞു കിട്ടിയ നീരാണ് ഇവരിവിടെ ശേഖരിച്ചു വച്ചിരിക്കുന്നത്. എല്ലാവരും വലിയ ആകാംക്ഷയോടെയാണ് ഇതിനുവേണ്ടി കാത്തിരിക്കുന്നത്. പാവം ജനങ്ങൾ. എല്ലാവരും കാത്തിരുന്നത് കലക്കിൽ നിന്ന് റംബങ് അടിയുന്നതിനു വേണ്ടിയായിരുന്നു. സംഭവം കഴിഞ്ഞെന്ന് തോന്നുന്നു. റംബങ് കൊണ്ടുപോകാനുള്ള കൊട്ട തയ്യാറാക്കുകയാണിവർ. ഇതാണ് റംബങ്. ഇവിടുത്തെ ജനത്തിൻ്റെ ജീവൻ നിലനിർത്തുന്ന ആഹാരം. യാതൊരു പോഷകം പോലും ഇല്ലാത്ത ആഹാരമാണെന്നാണ് മിഷണറിമാർ പറയുന്നത്. ഇത് ചൂടുവെള്ളത്തിൽ കലക്കി വേവിച്ചാണ് ഭക്ഷിക്കുന്നത്. സത്യം പറയട്ടെ, ഇത്രയും കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു നീറ്റലോടെയാണ് ഞങ്ങളിത് ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പലപ്പോഴും ചാക്കോച്ചൻ അച്ഛൻ്റെ ഒപ്പം ഗോസ്പൽ ടൂറിനായിട്ട് പല പുരോഗി ഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം അച്ഛനിൽ നിന്ന് ശ്രദ്ധിച്ചത്, ചില പുരോഗി ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴേക്കും അച്ഛൻ പറയും, എനിക്ക് ചോറ് വേണ്ട കേട്ടോ, എനിക്ക് ഇച്ചിരി റംബങ് ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. അപ്പോൾ ഒരിക്കൽ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ റംബങ്ങിന് ഇത്ര വലിയ ടേസ്റ്റാണോ? എനിക്കതിന് യാതൊരു ടേസ്റ്റും തോന്നിയിട്ടില്ലല്ലോ എന്ന്. അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ ടേസ്റ്റ് കൊണ്ടല്ല, കാരണം അച്ഛൻ പലപ്പോഴും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛൻ കഴിച്ചതിൻ്റെ അവശിഷ്ടം ആ വീട്ടിലെ കുട്ടികൾ എടുത്ത് കഴിക്കുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ സാധാരണ ഒറ്റയ്ക്ക് പോകുമ്പോഴേക്കും കഴിയുന്നത്ര ഞാൻ ശ്രമിക്കും ഒരു കോഴിയെയോ താറാവിനെയോ കൊല്ലാതിരിക്കാനായിട്ട്. സാധാരണ നമ്മളവിടെ ചെന്ന് ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്കുള്ള ഏറ്റവും നല്ല ആഹാരം നമുക്ക് വേണ്ടി ചോറ് അവർ തയ്യാറാക്കും. അതുപോലെ തന്നെ കോഴിയെയോ താറാവിനെയോ എന്തെങ്കിലും കൊന്ന് നമുക്ക് കറിയായിട്ട് തരികയും ചെയ്യും. അതിനുശേഷം ഞാനൊരിക്കൽ സ്കൂളിൽ വെച്ച് ഒരു പുരോഗി കൊച്ചിനോട് ചോദിച്ചു, മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്നാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ചോറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ അത് ഞങ്ങൾക്ക് ചിലപ്പോഴൊക്കെ അല്ലേ കിട്ടുന്നുള്ളൂ. എന്നിട്ട് ഈ കൊച്ചനോട് പറയുകയാണ്, ഈ റംബങ് ദൈവം സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ ഭൂമുഖത്തുണ്ടാകത്തില്ല എന്ന്. അതിനുശേഷം ഞാൻ പല ഗ്രാമങ്ങളിലൂടെ പോയപ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചു, നമുക്ക് മാത്രമേ ശരിക്കും, അതായത് മിഷണറിമാർക്ക് മാത്രമേ അവർ ചോറ് ശരിയാക്കുന്നുള്ളൂ. പിന്നീട് അവർ മാറിയിരുന്ന് റംബങ്ങ കഴിക്കുന്നെന്നുള്ളത്. കുട്ടികളൊക്കെ നമ്മളെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന് മടുത്തി എന്ന് കഴിഞ്ഞ് റംബങ് കഴിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാനോട്ട് പറ്റുന്നില്ല. ചോറിൻ്റെ അകത്ത് ശകല അളവ് കുറയ്ക്കാനല്ലാതെ മറ്റൊന്നും എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം ബോധ്യമുണ്ട്, തമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്ത് എന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ എന്തെങ്കിലുമോ പദ്ധതിയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ. എനിക്കൊരാഗ്രഹമുണ്ട്, ഇവരിൽ കുറേ മക്കളെയെങ്കിലും പഠിപ്പിച്ച് ഒരു ഉന്നത നിലവാരത്തിലെത്തിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ദൈവം അതിന് ഇടവരുത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഞാൻ ചിന്തിച്ചു പോയത്, നമ്മൾ എത്രമാത്രം ആഹാരമാണ് ദിവസവും പാഴാക്കി കളയാറുള്ളത്. ആഹാരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരുതരം ധൂർത്തല്ലേ നമ്മുടെയൊക്കെ ഓരോ വിശേഷ ദിവസവും നമ്മൾ നടത്തിപ്പോരുന്നത്. മറക്കാൻ പാടില്ല, നമ്മുടെ ഈ ദേശത്ത് ഇങ്ങനെ ഒരു സമൂഹം ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഇവിടെ കഷ്ടപ്പെടുന്നത്.
ഇവരിവിടെ കഴിച്ചതിൻ്റെ ഒരു പങ്ക് ലോകത്തിന് മുൻപിൽ സമർപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു നുള്ളു റംബങ് ഒന്ന് രുചിച്ചു നോക്കാമോ എന്ന ചോദ്യത്തോടെ. കാരണം അറിയാമോ സഹോദരങ്ങളെ, ഈ ലോകത്ത് വെച്ച് ഏറ്റവും രുചിയില്ലാത്ത, മണമില്ലാത്ത, യാതൊരു ഗുണവുമില്ലാത്ത ഒരാഹാരമാണ് ഇവർ എല്ലാ ദിവസവും കഴിക്കുന്ന ഈ റംബങ്.